തറാവീഹ് നിസ്കാരം ഈ 20 റക്അത്തും 8 റക്അത്തും എല്ലാമായി നമസ്കരിക്കുന്നതായി കണ്ടു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായി നമസ്കരിക്കുന്നത്? ഒന്ന് വിശദീകരിച്ച് തരാമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ മുസ്ലിം ലോകത്തുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്നിട്ട് നമുക്ക് ഇബാദത്തുകളും നിർവഹിക്കുക എന്നത് സാധ്യവുമല്ല. നമ്മൾ പരമാവധി പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആരാധന നിർവഹിച്ചിരുന്നത് എന്നതാണ് നോക്കേണ്ടുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച നമസ്കാരത്തിന്റെ രൂപത്തെ സംബന്ധിച്ച് സ്വഹാബത്ത് നബിയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും. കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാൻ. എങ്ങനെയായിരുന്നു റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയുന്നത്, ആ ചോദ്യകർത്താവിന്റെ ചോദ്യം നിസ്കാരത്തിന്റെ എണ്ണത്തെ പറ്റിയാണ് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ആ രൂപത്തിൽ ഒരു മറുപടി പറയുന്നത്. കാരണം നേർക്ക് നേരെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഭാവത്തിൽ നിന്ന് ചോദിക്കുന്ന ആളിൽ നിന്ന് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുകയാണ് എത്രയാണ് പ്രവാചകൻ നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്ന്. അപ്പോൾ അവർ കൊടുത്ത മറുപടി, മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ രാത്രി നമസ്കാരം അഥവാ തഹജ്ജുദ് അല്ലെങ്കിൽ വിത്ർ, റമളാനിലെ ഖിയാമു റമളാൻ എന്ന് നമസ്കാരങ്ങൾ, വ്യത്യസ്ത പേരുകളിലുള്ള ഈ ഒരു നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 കൂടുതൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ വിഭാഗം ആളുകളും തറാവീഹ് നമസ്കാരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് നമസ്കരിച്ചിട്ടുള്ളത് എന്ന് ഗണ്യതമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചത്, അതേപോലെ തന്നെ അതിന് ശേഷം നമസ്കരിച്ചത് എന്നിങ്ങനെ വ്യത്യാസപ്പെട്ട റിപ്പോർട്ടുകൾ, അത് തന്നെ 11 എന്നും 20, 20ഉം 3ഉം 23 എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 11 റക്അത്താണ് നമസ്കരിച്ചിട്ടുള്ളത്. തറാവീഹ് നമസ്കാരമായിട്ട് അല്ലെങ്കിൽ ഖിയാമു റമളാനായിട്ട് പ്രവാചകൻ നിസ്കരിച്ചിട്ടുള്ളത് ഇത്രയാണ് എന്ന് കൃത്യമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടപ്പോൾ അതാണ് നമുക്ക് ഈ രംഗത്ത് സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് അഭിപ്രായങ്ങളിലേക്കും മറ്റ് പണ്ഡിത നിരീക്ഷണങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളത് നിർവഹിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ 11 റക്അത്താണ് തറാവീഹ് നമസ്കരിക്കേണ്ടത് എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, അത് വ്യത്യസ്ത വിഭാഗങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യാസങ്ങളൊന്നും ആരും ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നബിയുടെ സുന്നത്ത് പിൻപറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രവാചകന്റെ എണ്ണത്തിലും രൂപത്തിലുമൊക്കെ ആ രൂപത്തിൽ തന്നെ വരുന്നതാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.